അന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരളത്തിലെ ഉസാമയായിട്ടുള്ള പ്രധാനപ്പെട്ട സുഡാപ്പിയായിട്ടുള്ള അൻസാരി സുഹിരി പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയത് നിങ്ങളൊക്കെ അറിഞ്ഞോ? നമ്മുടെ പിന്നാലെയായിരുന്നു. നമ്മുടെ പിന്നാലെ മാത്രമൊന്നുമല്ല, സകല ആളുകളുടെയും പിന്നാലെയായിരുന്നു. ജിഹാദിസവും പൊക്കിപ്പിടിച്ച് നല്ല എട്ടിന്റെ പണി കിട്ടിയിട്ട് സുഡാപ്പി പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയിട്ടുണ്ട്. പ്രതീഷ് വിശ്വനാഥാണ് കണ്ടം വഴി അങ്ങ് ഓടിച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പ് വീരവാദം അടിച്ച് ലോകത്ത് ജിഹാദികളൊക്കെ തന്നെ ഏത് തരത്തിലാ? ആദ്യം വീരവാദമായിരിക്കും, പിന്നീട് ഇരവാദത്തിലേക്ക് ഓടി വിളിക്കുക. ഇരവാദമായിട്ട് സുഹിരി രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മൾ തെളിവുകൾ ഇങ്ങനെ നിരന്തരം നിരത്തിയിട്ട് ഇവൻ ഡൽഹി ഭീകരാക്രമണത്തെ വരെ ന്യായീകരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാക്കി നമ്മൾ മുന്നോട്ട് വെച്ചതോടുകൂടിയിട്ട് ഇരവാദമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ ആ ഇരവാദം, സുഹിരിയുടെ ആദ്യത്തെ ഇരവാദം ഞാനത് വായിച്ചേൽപ്പിക്കാം. എന്തൊക്കെയായിരുന്നു ഇവര്? എൻ്റെ കണ്ണ് ഓംലൈറ്റ് പോലെയാണെന്നൊക്കെ പറഞ്ഞ് ലോകത്ത് നിലവാരമുള്ള ഒരു മനുഷ്യൻ, വിവേകമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ ഇവൻ നമ്മൾ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, ഡൽഹി ഭീകരാക്രമണത്തെ എതിർക്കുമ്പോൾ പത്മരാജൻ മാഷ് ചെയ്തത്, പത്മരാജൻ മാഷെ ഈ ആളുകൾ ഗൂഢാലോചന നടത്തി, പോപ്പുലർ ഫ്രണ്ടുകാര് ഗൂഢാലോചന നടത്തി ജയിലിൽ അടച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തെളിവുകളൊക്കെ വെച്ച സമയത്താ എനിക്കെതിരെ വ്യക്തിപരമായിട്ട് എൻ്റെ കണ്ണ്, എൻ്റെ സൗണ്ട്, എൻ്റെ ശബ്ദം, ഇതൊക്കെ ആയിരുന്നു ഇവർ വലിയ പ്രശ്നം. തിരിച്ച് തലങ്ങും വിലങ്ങും ഇവരുമായി ബന്ധപ്പെട്ട തെളിവുകൾ അങ്ങ് നിരത്തിയതോട് കൂടിയിട്ട് ഇവര് വലിയ ഇരവാദമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ ഇരവാദി. ഇവന്റെ തെളിവെന്താ? ഡൽഹി ഭീകരാക്രമണത്തെ പോലും ന്യായീകരിച്ചവൻ. ഏതായാലും ഇരവാദം ഞാനൊന്ന് വായിച്ചു. മിനിറ്റുകൾ വെച്ച് പട്ടം ഇങ്ങനെ പലതും കിട്ടിക്കൊണ്ടേ ഇരിക്കും. ജിഹാദി, സുഡാപ്പി, താലിബാനി, ഇപ്പോൾ ചിലർക്ക് മീഡിയ വൺ ദാവൂദി. അതിന്റെ പിന്നാലെ പോയാൽ നല്ല ഓർമ്മകൾ ഒന്നും ബാക്കി ഉണ്ടാകില്ല. ചിലർ പറയും പോലെ പോലീസോ എന്നെയോ നിന്നെ തൂക്കും. അങ്ങനെയെങ്കിൽ ശബ്ദം നിശ്ചലമാകുന്നതിന് മുമ്പ് കുറച്ചുകൂടി സത്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വിഫല പോരാട്ട കുട്ടിക്കളിക്ക് നമ്മളില്ല, സമയമില്ല. ഇന്ന് വരെ പെറ്റി കേസ് പോലും ഇല്ലാത്ത നമ്മളെ 24 മണിക്കൂറിൽ 12 മണിക്കൂറും ഇസ്ലാം വിരുദ്ധർ, ഭീകരവാദി എന്ന് വിളിക്കുമ്പോഴും കൗതുകം തോന്നാത്ത നമ്മളെ ഇനി എന്ത് വിളിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല, പെറ്റി കേസ് ഇല്ല എന്നൊക്കെ ഇരവാദം പറയുന്നത്. ഡൽഹിയിൽ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചവർക്കും ഒരു പെറ്റി കേസും ഇല്ലായിരുന്നു എന്നുള്ളതാ നമ്മളൊക്കെ അന്വേഷിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇസ്ലാം വിരുദ്ധർ എന്നെ ആക്ഷേപിക്കുക. അതെന്ത് നെറുകേടാണ് ഇവിടെ വിളിച്ചു പറയുന്നത്? ഈ പറയുന്ന അൻസാരി സുഹിരിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരാളും ഒരു മതത്തിനെതിരല്ല. ഇവിടെ മാന്യം മര്യാദക്ക് ആരാധനയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ഈ രാജ്യത്തെ ഒരു പൗരനെതിരല്ല. ഇവനെതിരെ, ഈ ജിഹാദിക്കെതിരെ, ഈ സുഡാപ്പിക്കെതിരെ എന്തുകൊണ്ടാണ് ഇവിടെ ബോധവും നിലവാരവുമുള്ള ആളുകൾ എതിർത്ത് നിൽക്കുന്നത്? ഇവൻ നമ്മുടെ നാട്ടിലെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക, ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ മറ്റൊരു തെളിവാ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഇവൻ ഇരവാദം കണ്ടില്ലോ, മതത്തിനെതിരെ എതിർക്കുന്നവർ എന്നെ എതിർക്കുന്നു എന്ന്. ഇവിടെ ഒരു മതത്തിന് ഒരാളും എതിരല്ല. ഇവൻ ഇവിടെ ജിഹാദിസം വളർത്താൻ ശ്രമിക്കുക. ഡൽഹി ഭീകരാക്രമണത്തെ അനുകൂലിച്ച ഇവരെ ബോധമുള്ള ഏതെങ്കിലും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ പിന്തുണയ്ക്കോ? ഇവനെ എതിർക്കുന്നത് എന്തുകൊണ്ടാ? ഇവൻ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാ. ഈ രാജ്യത്ത്, നമ്മുടെ നാട്ടില് സമാധാനത്തിൽ പോകുന്ന നമ്മുടെ നാട്ടില് ഭിന്നിപ്പായിട്ട് ഇറങ്ങിയിട്ടാ. ഇപ്പോ പ്രതീഷ് വിശ്വനാഥിനെതിരെ ഒരു ഭിന്നിപ്പായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്, പച്ചവർഗീയതയും പറഞ്ഞുകൊണ്ട്. അതിന്റെ ഒരു പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. മുസ്ലിം പെണ്ണുടലുകൾക്കായി പ്രതീക്ഷേട്ടൻ വരുന്നു, കട്ട വെയിറ്റിംഗ്. ഈ പോസ്റ്റ് ഇത്തരം ഈ ഹെഡിങ്ങും കൊടുത്ത് പോസ്റ്റ് ചെയ്തത് മുക്കി ഡിലീറ്റ് ചെയ്തു. പച്ച വർഗീയത ഇങ്ങനെ ഭിന്നിപ്പിക്കുക നമ്മുടെ പൊതുസമൂഹത്തെ. ഇവരിത് ഡിലീറ്റ് ആക്കി, മുക്കി ഓടി, നാണം കെട്ട് മുക്കി ഓടി. ഉള്ളിലാവും എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീഷ് വിശ്വനാഥ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ രാത്രിയിലാണ് ആ പോസ്റ്റ് വന്നിട്ടുള്ളത്. ഞാനതൊന്ന് വായിച്ചേൽപ്പിക്കാം. പ്രതീഷ് വിശ്വനാഥാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേരിൽ ഇറക്കിയ വ്യാജ പോസ്റ്റുകൾ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദിയായ അൻസാരി എന്ന ജിഹാദിക്ക് എതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ആയുധവും ആശയവും പരാജയപ്പെടുമ്പോൾ പിതൃശൂന്യത കാണിക്കുന്ന ജിഹാദികൾക്ക് എതിരെയുള്ള നിയമ നടപടികൾ തുടരും.
വളരെ വ്യക്തമായിട്ട് നിയമ നടപടികൾ തുടരുമെന്നാ പറഞ്ഞത്. അല്ലാതെ ജിഹാദികളെ പോലെ എന്തെങ്കിലും ഇറങ്ങുമെന്നല്ല പറയുന്നത്. നിയമ നടപടികൾ, രാജ്യത്തെ നിയമത്തിനനുസരിച്ചുള്ള നടപടികൾ തുടരുമെന്ന്. എത്ര അന്തസ്സുണ്ട്! എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മൂല്യത്തെ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പ്രതീഷ് വിശ്വനാഥൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതൊക്കെ സകല സുഡാപ്പികൾ മനസ്സിലാക്കണോ? ഇവർക്കെതിരെ വേറെ മറ്റെന്തെങ്കിലും ആഹ്വാനമല്ല നടത്തുന്നത്, നിയമ നടപടി. അത് കേട്ടപ്പോയേക്ക് പോസ്റ്റ് മുക്കിയിരിക്കുന്ന അൻസാരി സുഹരിയുടെ ഇന്നത്തെ ഇരവാദം ഉൾപ്പെടെ എന്താ, മതത്തിനെ എതിർക്കുന്നവർ. അതെത്ര നെറികേടാണ്, അതെത്ര പച്ച വർഗീയവാദമാണ്. മതത്തിനെ എതിർക്കുന്നവരല്ല, മതത്തെ ആരും ഇവിടെ എതിർക്കുന്നില്ല. ബോധവും നിലവാരവുമുള്ള ആരും ഇവിടെ മതത്തെ എതിർത്തിട്ടൊന്നല്ല മുന്നോട്ട് പോകുന്നത്. ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള വിശ്വാസമൊക്കെ ആയിട്ട് ഈ രാജ്യത്ത് മുന്നോട്ടാ. പക്ഷെ രാജ്യത്തിനെതിരെ തോന്നിയത് പറഞ്ഞുകൊണ്ട് ഒരു അൻസാരി സൂരിക്കോ നമ്മുടെ നിയമങ്ങൾക്ക് മറികടന്നുകൊണ്ട് നമ്മുടെ നിയമങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഒരു അൻസാരി സൂരിക്ക് സാധിക്കില്ല. അതിനിവിടെ അന്വേഷണ ഏജൻസികളുണ്ട്, കേരള പോലീസ് സംവിധാനങ്ങളുണ്ട്, സകല സംവിധാനങ്ങളുമുള്ളൊരു മഹത്തായ രാജ്യമാണ് നമ്മുടേത്. ഇരവാദം, അൻസാരിയെ ഈ ഇരവാദം അതൊക്കെ കേരളത്തിന്റെ പൊതുജനം പുച്ഛിച്ചു തള്ളൂ. എത്ര നെറികെട്ട രീതിയിലാണ് ഇവരൊക്കെ ഇരവാദം പറയുന്നത്. പ്രതീഷ് വിശ്വനാഥ് രംഗത്തിറങ്ങിയിട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പോസ്റ്റ് മുക്കി ഓടിക്കളഞ്ഞിരിക്കുന്നു. ഇതാണ് സുഡാപ്പികളുടെ അൻസാരി സുഹരി എന്നുള്ളതും സകല ബോധമുള്ള ആളുകളും തിരിച്ചറിഞ്ഞോളൂ. ഇനി ഇവൻ ഡൽഹി ഭീകരവാദത്തെ ന്യായീകരിച്ചത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. ഇതൊക്കെ ഓരോ മലയാളിയും കേൾക്കണം. എന്തുകൊണ്ടാണ് ഇവനെയൊക്കെ ബോധവും നിലവാരവുമുള്ള ആളുകള്, രാജ്യത്തോട് സ്നേഹമുള്ള ആളുകള് എതിർക്കുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയണം. ഡൽഹി ഭീകരാക്രമണത്തെ ന്യായീകരിക്കുന്നതാണ് ഇവിടെ കൊടുക്കുന്നത്. പറഞ്ഞതുപോലെ ഒരാള് അയാൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചതിന്റെ പേരിൽ അയാളെ 60 വയസ്സ് പിന്നിട്ട മനുഷ്യനെ ബുദ്ധികൊള്ളുന്നു. പെരുന്നാളിന്റെ തലേന്ന് വസ്ത്രമെടുക്കാൻ പോകുന്ന 18 വയസ്സുകാരെ ട്രെയിനിൽ തള്ളിയിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ തുടങ്ങി നിരന്തരമായി നമ്മുടെ മീഡിയകളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഒരു മനുഷ്യരെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുക, ഈ വാർത്തകൾ കാണുന്നവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അതിന് സ്വാഭാവിക ചോദ്യം എന്താണ് തോന്നുക? എന്തിനാണ് ഈ മനുഷ്യരെ ആക്രമിക്കുന്നത്? ഇവരെന്താണ് ഇങ്ങനെ മറ്റുള്ളവരെ ആരാധനാലയങ്ങൾ തകർത്ത് കളയുക? സ്വന്തം ആഘോഷം വരുമ്പോൾ മറ്റ് സമൂഹങ്ങൾ അവരെ പേടിച്ചിട്ട് അവരുടെ ആരാധനാലയങ്ങൾ ടാർപ്പായിട്ട് കൂടുക. അഥവാ മറ്റ് സമൂഹങ്ങൾ മുഴുവനും ഒരു കൂട്ടരെ ഭയന്ന് ജീവിക്കണം എന്ന സാഹചര്യം വരുമ്പോൾ ഈ അണമുട്ടിയാൽ അണലയും കടിക്കുമെന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെ മനുഷ്യർ റിയാക്ട് ചെയ്യുന്നത് പല രൂപത്തിലായിരിക്കാം. അപ്പൊ എന്താ വേണ്ടത്? നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കണമെങ്കിൽ അതിനൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാകണം. ആർക്കും ആരും ഉപദ്രവമല്ലാതായിട്ട് നമ്മൾ ജീവിക്കും. നിങ്ങൾ കേട്ടില്ലേ, ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ തൊട്ടു പിന്നാലെ ചെയ്ത വീഡിയോലാ ഒരു സാഹചര്യം ഇവിടെ ഇല്ലെങ്കിൽ അണപൊട്ടിയാൽ അണലിയും കടിക്കും, ചേര കടിക്കൂല എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഇവരെ തന്നെ സ്വയം പൊക്കി പിടിക്കുന്നത് അണലി എന്ന രീതിയിലാണ്. അണലിയും തിരിച്ചു കടിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അതായത് പൊട്ടിത്തെറികൾ ഇനിയും ഉണ്ടാവും. നല്ല രീതിയിലുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ മതവിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ ബുദ്ധിമുട്ടാക്കിയാൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് എന്തുകൊണ്ടാ ഈ പറയുന്ന പൊട്ടിത്തെറിച്ച ഭീകരനെ ഉൾപ്പെടെ, ആ ഡോക്ടറെ ഉൾപ്പെടെ, ആ ജിഹാദികളെ ഉൾപ്പെടെ തള്ളിക്കളയാത്തത്? സാഹചര്യമില്ലെങ്കിൽ അണപൊട്ടിയാൽ അണലിയും കടിക്കും എന്നൊക്കെയാ വിളിച്ചു പറയുന്നത്. ഇതുപോലെ ഭീകരവാദത്തെ പിന്തുണച്ചവരെ ബോധമുള്ള സകല ആളുകളും മതഭേദമന്യേ എതിർക്കുക തന്നെ ചെയ്യണം. ഇവരിപ്പോ അവസാനത്തെ അടവായിട്ട് രംഗത്തെത്തിയ മതത്തെ എതിർക്കുന്നവർ എന്നെ എതിർക്കുന്നു എന്ന്. അതൊക്കെ ബോധമുള്ള സകല മതഭേദമന്യേ സകല ആളുകളും ഇവന്റെയൊക്കെ ആ ഇരവാദത്തേക്ക് പുച്ഛിച്ച് തള്ളോ. നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ എന്നാണ് പ്രതീഷ് വിശ്വനാഥ് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത്. പ്രതീഷ് വിശ്വനാഥിന്റെ പേരിൽ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് കള്ളത്തരം പ്രചരിപ്പിച്ച് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ഈ അൻസാരി സുഹരി ശ്രമിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് അതിന്റെ അന്വേഷണങ്ങൾ സുഹരിയിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.